ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൾട്ടിമീറ്റർ മേടിച്ചു. അപ്പോൾ അതിന്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്റർ മേടിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഇപ്പോഴത്തെ വ്ളോഗിങ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ. നമ്മളൊരു ബാത്റൂമിൽ പോയാൽ അതുവരെ വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വ്ളോഗാണെന്ന് കരുതണ്ട. ഞാനിവിടെ മൾട്ടിമീറ്റർ നിങ്ങൾക്കൊരു അൺബോക്സിങ് ഇവിടെ ഇടാൻ കാരണം എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഏത് മൾട്ടിമീറ്റർ മേടിക്കണം, എങ്ങനത്തെ മൾട്ടിമീറ്റർ മേടിക്കണം എന്നുള്ളതൊക്കെ. ഞാൻ ഉപയോഗിച്ചിരുന്ന മൾട്ടിമീറ്റർ ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പല വീഡിയോകളിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഞാൻ പുതിയൊരു മൾട്ടിമീറ്റർ ഓൺലൈനിൽ കണ്ടപ്പോൾ അതൊന്ന് മേടിച്ചതാണ്. അപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് ഒരുപാട് കാണാനുണ്ട്. അതിന്റെ റിവ്യൂസ് ഒരുപാട് കണ്ടു. റിവ്യൂസ് പല ഹിന്ദി ചാനലുകളിലൊക്കെ കുറെ റിവ്യൂകളുണ്ട്. റിവ്യൂസ് ഒക്കെ നല്ല റിവ്യൂസ് ആണ് കണ്ടത്. അപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ മേടിച്ചിട്ട് ഇനി നമുക്കത് എങ്ങനെയുണ്ട്, അതിന്റെ പെർഫോമൻസ്, അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകൾ നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് ബില്ല് ഇതാണ് വന്നിട്ടുള്ളത്, 1950. ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. 1950 ബില്ല്. ഇതില് വേറെയും ഒരു മീറ്റർ, ഇതേ മീറ്റർ തന്നെ വേറൊരു ഫ്ലിപ്കാർട്ടിലാണെന്ന് തോന്നുന്നുണ്ട് കണ്ടത്. 2500 വില. ഇതാണ് മീറ്റർ. ഇത് HTCന്റെ ആണ് കേട്ടോ. HTC കമ്പനിന്റെ ആണ്. പെട്ടിമ കമ്പനി പേരൊന്നും കാണാനല്ല, HTC എന്നുള്ളതൊക്കെയാണ് കണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മീറ്റർ. കാണാൻ അത്യാവശ്യം ഗൗരവമൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഒന്ന് അഴിച്ചിട്ട് നോക്കാം ഇതിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ഒന്ന് ബാറ്ററി ഇടണം. ബാറ്ററി ഇതിന്റെ ഉൾഭാഗത്താണ് ബാറ്ററി. അപ്പൊ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാറ്ററി ഇട്ട് നോക്കാം. സാധാരണ മൾട്ടിമീറ്ററിൽ പൗച്ചൊക്കെ അയക്കേണ്ടി വരാറുണ്ട്. പൗച്ചിലെ പുറത്തു ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇതിൽ ഈ പൗച്ചൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തതാണ് കേട്ടോ. ടൈറ്റ് ആയിട്ടുള്ള പൗച്ചാണ്. അപ്പോൾ ഇതിൽ ഇവിടെയാണ് വരുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് അയച്ചിട്ട് ഇവിടെയാണ് ബാറ്ററി ഇടാനുള്ള സ്പേസ്. നമുക്ക് ഇതിൽ ബാറ്ററീനെ ഒന്ന് ഇട്ടിട്ട് ഓൺ ആക്കി നോക്കാം. അപ്പൊ ബാറ്ററി ഇട്ടു, ഒന്ന് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഇവിടെ AC-ന്റെ ഓപ്ഷൻ ആണ് ഇട്ടിട്ടുള്ളത്. ഇതില് ഇവിടെ വോൾട്ടേജ് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫ്രീക്വൻസി കാണിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഹെഡ്സ് എത്രയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഫ്രീക്വൻസി കാണിക്കുന്ന ഭാഗം നമ്മളിവിടെ വോൾട്ടേജ് എത്രയും ചെക്ക് ചെയ്ത് നോക്കാം. അക്യുറസി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിൽ കാണിക്കുന്നുണ്ട് 0.001 ആണ്. അവിടെ ലാസ്റ്റിലെ 1 മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. AC ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. അന്തരീക്ഷത്തിൽ നിന്നുള്ള ചെറിയൊരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതില് നമ്മളിവിടെ AC-യിലാണ് ഇടുന്നത്. ഇവിടെ ഇതിലൊരു വേറൊരു ഫീച്ചർ ഉണ്ട്. മൾട്ടിമീറ്റർ ആദ്യം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപകാരമാണ്. നമ്മളിത് ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ ഇവിടെ എല്ലാ ലൈറ്റും ഒന്ന് കത്തി. ഇനി ഇവിടെ കണ്ട് AC-യിൽ ഇട്ടത് കൊണ്ട് ഈ ലൈറ്റ് മാത്രം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, ഈ 2 ലൈറ്റുകൾ. അപ്പൊ ഇതിൽ രണ്ടിലാണ് നമ്മൾ AC ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബിനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പ്രോബിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ 2 പ്രോബുകൾ ഇവിടെ കണക്ട് ചെയ്തു. പ്രോബ് ഇതിൽ കുറച്ച് ലൂസ് ആണ്, വലിയൊരു ടൈറ്റ് ഇല്ല. എന്തായാലും പ്രോബിനെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ടോ 49.9. 50 അടിച്ചാൽ കാണിക്കുന്നുണ്ട്. ഇതിൽ കറക്റ്റ് കോണ്ടാക്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. സ്വിച്ച് ബോർഡ് ഒരു വലിയൊരു ക്ലിയർ ഉള്ള സ്വിച്ച് ബോർഡല്ല. വോൾട്ടേജ് ഇവിടെ കറക്റ്റ് അല്ലല്ലോ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ഇപ്പോഴാണ് കറക്റ്റ് കോണ്ടാക്ട് കിട്ടിയത്. ഇപ്പൊ ഇവിടെ കണ്ടോ വോൾട്ടേജ് കാണിക്കുന്നത് 225 വോൾട്ട്. അതുപോലെ തന്നെ 49.9 ഹെഡ്സ് ഇവിടുത്തെ ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്. ഈ ചോപ്പ് ലൈറ്റ് കത്തുന്നത് എന്താണെന്നറിയോ, ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അവിടെ ചോപ്പ് ലൈറ്റ് ആവും. ഡേഞ്ചർ ആയിട്ടുള്ള വോൾട്ടേജിന്റെ ഭാഗമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചോപ്പ് ലൈറ്റ് കത്തുന്നതാണ് കാണുന്നത്. ഡേഞ്ചർ ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ ചോപ്പ് ലൈറ്റ് കത്തും. ഇപ്പൊ കാണിക്കുന്ന കണ്ടില്ലേ, അവിടെ 224 വോൾട്ട് ഉണ്ട്, 49 ഹെഡ്സ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി അടിയിൽ ഇവിടെ എന്തോ എഴുതി കാണിക്കുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളതൊക്കെ ഇനി ഇതിന്റെ ഡാറ്റ ബുക്കിലുണ്ട്, അതൊന്ന് നോക്കട്ടെ. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ കാണിക്കുന്നത് ഈ ഇവിടെ ലൈറ്റ് വരുന്നത്, ഓറഞ്ച് ലൈറ്റ് വരുന്നത് 80 വോൾട്ടിന് മുകളിൽ ഉണ്ടെങ്കിലാണ് ഓറഞ്ച് ലൈറ്റ് കാണിക്കുന്നത്.
പിന്നെ ഈ ഒരു ഇത് അനലോഗ് പോലെ കാണിക്കുന്നതാണ്. ഇവിടെ 10 ഉണ്ട്, 20 ഉണ്ട്. പിന്നെ 20, 200 ആയിട്ട് കണക്കാക്കാലോ. അതിന്റെ ഏകദേശം അടുത്ത് നല്ല ഒരു വോൾട്ടേജ് ലെവലാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. മാക്സിമം എ സിയിൽ ചെക്ക് ചെയ്യാവുന്നത് 750 വോൾട്ട് ആണ് ഇതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. ഡി സി മെഷർ ചെയ്യാനും ഇതേ ഓപ്ഷൻ തന്നെയാണ്. ഇതേ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഡി സിയിലേക്ക് മാറി ഡി സിയും എ സിയും ഇതേ പോയിന്റിൽ തന്നെ ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഡി സിയെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡി സി മെഷർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു അഡാപ്റ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അഡാപ്റ്ററിന്റെ 2 വയറുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 വയറിലായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12 പോയിന്റ് സംതിങ് തന്നെ കാണിക്കുന്നുണ്ട്. 12 വോൾട്ടിന്റെ അഡാപ്റ്റർ ആണ് കേട്ടോ. 12.23 കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ബാറ്ററി എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെറിയൊരു ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 1.6 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആണെങ്കിലൊന്നും ഇവിടെ പിന്നെ നമുക്കതിൽ സെറ്റിംഗ്സ് ഒന്നും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇവിടെ ഹെഡ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് മില്ലി വോൾട്ട്, ശരിക്കും മില്ലി വോൾട്ട് ആണ് ഇവിടെ. മില്ലി വോൾട്ട് പ്ലസ് അതിന്റെ കൂടെ ആ മില്ലി വോൾട്ടിലുള്ള ഫ്രീക്വൻസി കൂടി മെഷർ ചെയ്യാനുള്ള ഭാഗമാണുള്ളത്. അതിന്റെ കൂടെ അടുത്തത് ഇവിടെ ഹെഡ്സ് ഫ്രീക്വൻസി ചെക്ക് ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്, എത്ര ഹെഡ്സ് ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഉപയോഗിച്ച് നോക്കാം. ഇവിടെ ഫ്രീക്വൻസിയുടെ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്ന ഫ്രീക്വൻസി റേഞ്ച്, വോൾട്ടേജ് റേഞ്ച് 10 വോൾട്ട് വരെയുള്ളതിൽ മാത്രമേ ഇത് കൊണ്ടുപോയിട്ട് പ്ലഗ് ചെയ്തിട്ട് അവിടുത്തെ ഫ്രീക്വൻസി നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഏകദേശം 60-50 ഹെർട്സിന്റെ അടുത്ത് കൂടെ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ അന്തരീക്ഷത്തിലുള്ള ഫ്രീക്വൻസിന്റെ ഇതായിരിക്കും. ഇവിടെ നിന്നുള്ള ചെറിയ വോൾട്ടേജ് വരെ ഇതിൽ കറക്റ്റ് ആയിട്ട് ഫ്രീക്വൻസി കാണിച്ചു തരും. അപ്പോൾ അതായിരിക്കും ഈ കാണിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ വോൾട്ടേജ് തന്നെ വേണം. ലോ വോൾട്ടേജിൽ 10 താഴെയുള്ള വോൾട്ടേജിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫെസിലിറ്റി ഇവിടെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അത് ചെക്ക് ചെയ്യുന്നില്ല. പകരം നമുക്ക് ഇവിടെ തന്നെ അതിൽ ഡ്യൂട്ടി സൈക്കിൾ കൂടെ കാണാം. ഇവിടെ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് 230 വോൾട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ 750 വോൾട്ട് വരെയുള്ളതിലൊക്കെയുള്ള ഫ്രീക്വൻസീസ് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കുള്ളത് ഡയോഡ്, റെസിസ്റ്റൻസ്, ബസർ മോഡുകളാണ്. നമുക്ക് സാധാരണ എല്ലാ മൾട്ടിമീറ്ററിലും കാണുന്ന പോലെ തന്നെ ഡയോഡൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ആണ്. അതിൽ പിന്നെ കാര്യമായിട്ട് നമുക്ക് എന്താ പറയാ ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. സാധാരണ എല്ലാ മൾട്ടിമീറ്ററിലുള്ള ഫെസിലിറ്റി തന്നെയുള്ളൂ അതിലുള്ളത്. അഡീഷണൽ ഫീച്ചറുകളൊന്നും വേറെ അതിൽ കാണാനില്ല. ഇതിൽ നമുക്കൊരു ഡയോഡും ചെക്ക് ചെയ്ത് നോക്കാം. ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡയോഡിന്റെ ഇതിലല്ല കിടക്കുന്നത്. ഇവിടെ ബസർ കണ്ടിന്യൂറ്റി മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കണ്ടിന്യൂറ്റിക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ കേട്ടോ, ഒരു ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്. ഇവിടെ ഫംഗ്ഷൻ മാറ്റി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കിലോം മെഗാവും ഒക്കെ അത് ഓട്ടോമാറ്റിക്കലി മാറും. പിന്നെ എൻ്റെ കൈയിന്റെ ഒരു റെസിസ്റ്റൻസ് നോക്കുമ്പോൾ 1.3 മെഗാവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ലിമിറ്റ് കൺട്രോൾ ആയിക്കോളും. ഫംഗ്ഷൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഇവിടെ ഡയോഡിന്റെ ഓപ്ഷൻ എത്തി. ഡയോഡിന്റെ ഓപ്ഷൻ എത്തിയപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.494 ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് ഇതിന്റെ ഡിപ്ലീഷൻ ബാരിയറിന്റെ വോൾട്ടേജ് ആണ്. പരമാവധി ഇതിൽ നമുക്ക് ഇതിലേക്ക് മിനിമം നൽകേണ്ട ഡിപ്ലീഷൻ ബാരിയർ വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. ഇവിടെ ബി എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റർ റേഞ്ചിൽ ഇട്ടു. അതിൽ ഫംഗ്ഷൻ ഒന്നും വർക്കിംഗ് അല്ല. അതായത് ഇതിൽ പിന്നെ ഇതിന്റെ റേഞ്ച് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിക്കോളും. അപ്പൊ ഞാനിവിടെ ഫാനിലൊക്കെ വരുന്ന ഒരു കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യുന്നത് 1.2 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റർ ആണ്. ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ കറക്റ്റ് ആയിട്ട് അതിന്റെ വാല്യൂ ഇപ്പൊ ഒന്ന് ലോഡ് ആയിട്ട് വരും 1.24. ഒന്ന് ഡിസ്പ്ലേ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് ലോഡ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കറക്റ്റ് വാല്യൂ നമുക്ക് അവിടെ കാണിച്ചു തരും. 1.2 മൈക്രോ ഫാരഡ് ആണ് അതിന്റെ വാല്യൂ. ഇനി ഒരു ഇലക്ട്രോലൈറ്റിക് എടുത്തു. ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് പ്രോബുകൾ തമ്മിൽ ഷോർട്ട് ആക്കുന്നത് നല്ലതാണ്. 2 ലീഡ്സും ഇതിൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് മൾട്ടിമീറ്ററിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. (220 മൈക്രോ ഫാരഡ്) 220 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റർ ആണിത്. അതുപോലെ തന്നെ പി ഒരു കപ്പാസിറ്റർ നോക്കിയാൽ 470 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റർ ആണ്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 2000 മൈക്രോ ഫാരഡ് വരെയാണ് കമ്പനി പറയുന്നത്. 2000 മൈക്രോ ഫാരഡ് വരെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സാധാരണ ചെറിയ മൾട്ടിമീറ്ററുകളിലൊക്കെ 200 മൈക്രോ ഫാരഡ് വരെയാണ് ഫെസിലിറ്റി ഉള്ളത്. 478 മൈക്രോ ഫാരഡ് 478 മൈക്രോ ഫാരഡ് ആണ് ഇതിൽ വാല്യൂ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ ഓക്കെ ആണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കപ്പാസിറ്ററുകളൊക്കെ ചെക്ക് ചെയ്യാം ഈ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട്. അടുത്ത പിന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോബാണുള്ളത്. ഇവിടെ ഒരു തെർമിസ്റ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ഇതിൽ തന്നെയാണ് ഇവിടെ നമുക്ക് പ്ലഗ് ചെയ്യേണ്ടത്. ഇതിനവിടെ ഒന്ന് പ്ലഗ് ചെയ്തിട്ട് എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത് നോക്കാം.
ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ഇപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചർ കാണിക്കുന്നത് 29 ഡിഗ്രി സെൽഷ്യസ് 28 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ അതിൻ്റെ ഫാരൻ ഹീറ്റ് എത്രയാണെന്നുള്ളതും കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് കൈയൊക്കെ ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ചൂടിൽ മാറ്റം വരും നോക്കുക. 30 31 എൻ്റെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ കിട്ടുന്നത്. ഇനി സോൾഡറിങ് ആണെന്ന് വെച്ച് നോക്കുക. ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോൾഡറിങ് ആണ് എടുത്തേക്ക് കൊണ്ടുവരികയാണ്. എടുത്തു കൊണ്ടിരുന്നപ്പോൾ ഇതിനിടെ 36 ഒക്കെ ആയിട്ട് മാറി. ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ടെമ്പറേച്ചർ എത്രയാണോ അതിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഓക്കെ തന്നെയാണ്. ഇനിയുള്ള ഓപ്ഷന് മൈക്രോ ആംബിയർ, മില്ലി ആംബിയർ, ആംബിയർ അത്ര റേഞ്ചുകളാണ്. മൈക്രോ ആംബിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ 2 പ്രോബിലാണ് കണക്ട് ചെയ്യേണ്ടത്, ഇവിടെ കാണിക്കുന്നുണ്ട്. ചെറിയ കറണ്ട് ചെക്ക് ചെയ്യാൻ. മില്ലി ആംബിയർ ആണെങ്കിലും ഇതേ 2 തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ആംബിയർ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് പ്രോബ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇതിലങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷനാണ് NCV ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉള്ളത്. NCV ഇട്ട് നോക്കാം. NCV എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് വോൾട്ടേജ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ NCV എന്ന് പറഞ്ഞിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ടത് അതിന്റെ സെൻസിങ് ഇവിടെയാണ്. ഇപ്പൊ ഇതുകൊണ്ട് നമ്മളൊരു വയറിന്റെ അടുത്തൊന്ന് കൊണ്ടുപോയി നോക്കുക. അപ്പൊ അതാണ് ഈ വയറിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ശരിക്കും ഇതിൽ പറയുന്നത് ലോ വോൾട്ടേജ് ആണെങ്കിൽ, അപകടകരമല്ലാത്ത വോൾട്ടേജ് ആണെങ്കിൽ പച്ച ലൈറ്റ് കത്തുകയും അപകടമുള്ള വോൾട്ടേജ് ആണെങ്കിൽ അത് റെഡ് ആയിട്ട് മാറുന്നതാണ്. അപ്പൊ അതാണ് റെഡ് ആണ്. തൊട്ടടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ റെഡ് ആണ്. ഇവിടെ H എന്ന് കാണിക്കുന്നുണ്ട്, ഹൈ വോൾട്ടേജ്. കുറച്ച് ഇങ്ങോട്ട് പിടിച്ചപ്പോൾ അവിടുന്ന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് കുറവുള്ളത് കൊണ്ടായിരിക്കും അവിടെ L എന്ന് കാണിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ആ വോൾട്ടേജ് കറണ്ട് പാസിംഗ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ വയർ കട്ടൊക്കെ മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ കണ്ടോ ആകെ ഒരു പ്രോബിന്റെ ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൽ മൾട്ടിമീറ്ററിന്റെ പ്രോബിന് ഒന്നിനെ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഇതിനെ കൊണ്ടുപോയിട്ട് പ്ലഗിലൊന്ന് കൊടുക്കുകയാണ്. ഏതെങ്കിലും പ്ലഗിൽ കൊടുക്കുക. ഈ പ്ലഗിൽ കൊടുത്തു, ഒന്നുമില്ല. ഈ പ്ലഗിൽ കൊടുത്തപ്പോൾ ഇവിടെ ലൈൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ലൈൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതാണ് ഫേസ്, ഇത് ന്യൂട്രലാണ്. അപ്പോൾ ഫേസ് ന്യൂട്രലിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്ന ഫംഗ്ഷനുകൾ. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് സ്ക്രീനിൽ സാധാരണ ഒരു ലൈറ്റ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു ടോർച്ചും ഉണ്ട്. നമുക്ക് ചെക്ക് ഇതാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പോണൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ടോർച്ച് അടിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടോർച്ച് ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ ഇതാണ് മീറ്റർ. ഇതിൽ ഫ്രീക്വൻസി മെഷറിങ്ങും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയത്. കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ മെഗാ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസീസ് ഒക്കെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഫ്രീക്വൻസി റേഞ്ചുകൾ അറിയാൻ പറ്റുമല്ലോ പല സർക്യൂട്ടുകളിലും. അപ്പൊ അതിന് TV സർക്യൂട്ടുകളിലൊക്കെ ഇനി നോക്കാനുണ്ട്, നോക്കിയിട്ടൊക്കെ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാം, ഇതിലെ ഫ്രീക്വൻസീസ് എങ്ങനെയാണ് എന്നുള്ളത്. അതിപ്പോ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് വരുന്ന ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രീക്വൻസി റേഞ്ചിൽ ഇട്ടു. എന്നിട്ട് ഒരു പ്രോബിനെ നെഗറ്റീവിൽ വെക്കുകയാണ്. അടുത്ത പ്രോബിനെ കൊണ്ടുപോയിട്ട് ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് വരുന്ന സപ്ലൈ, അതായത് ഇവിടുത്തെ ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്ന് വരുന്നത് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ 67.42 കിലോ ഹെഡ്സ്. അപ്പൊ 67, ഏകദേശം ഒരു 67.5 കിലോ ഹെഡ്സിലാണ് ഇപ്പൊ ഇവിടെ സ്വിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ആൾമോസ്റ്റ് റേഞ്ച് മാത്രമാണ്. നമുക്ക് ഒരിക്കലും കറക്റ്റ് റേഞ്ച് ആണെന്ന് പറയാൻ പറ്റില്ല. അത് റേഞ്ച് ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മുടെ മൾട്ടിമീറ്റർ AC സൈൻ വേവിനെ മെഷർ ചെയ്യാനുള്ളതാണ്. നമ്മളിവിടെ സ്ക്വയർ വേവ് ആണ് മെഷർ ചെയ്യുന്നത്. അതിന്റെ ചെറിയ കുഴപ്പം വരാം. ഇനി മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ 67 കിലോ ഹെർട്സ് കിട്ടിയല്ലോ. ഞാനിപ്പോ ഇത് ചെക്ക് ചെയ്യുന്നത് സീരിയൽ ലാമ്പിൽ പ്ലഗ് ചെയ്തിട്ടാണ്. ഇതിനെ നമുക്കൊന്ന് ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ട് എത്ര ഫ്രീക്വൻസി ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ട് ഫ്രീക്വൻസി ചെക്ക് ഇവിടെ ഇങ്ങനെ എടുത്ത് മൾട്ടിമീറ്റർ കൊണ്ടുവരുമ്പോഴേക്കും അവിടെ ഒരു ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്. ഇത് ഫ്രീക്വൻസി ഭയങ്കര സെൻസിറ്റീവ് ആണ്. കണ്ടോ 68 കിലോ ഹെർട്സ് ആണ് ഇപ്പൊ ഫ്രീക്വൻസി. നേരത്തെ ഫ്രീക്വൻസി സീരിയൽ ലാമ്പിൽ പ്ലഗ് ചെയ്യുമ്പോഴത്തെ ഫ്രീക്വൻസി 67 കിലോ ഹെർട്സ് ആണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ സീരിയൽ ലാമ്പിൽ പ്ലഗ് ചെയ്തപ്പോൾ 67 കിലോ ഹെർട്സ് ആണ്. ഇപ്പൊ ഞാൻ സീരിയൽ ലാമ്പിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് 67 കിലോ ഹെർട്സ്. അതിന് കാരണം സീരിയൽ ലാമ്പ് വഴി കടന്ന് സപ്ലൈ ഇതിലേക്ക് വരുമ്പോഴേക്കും വോൾട്ടേജ് കുറച്ചൊന്ന് കുറയും, ഒന്ന് ഡൗൺ ആകും. ആ ഡൗൺ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലെ വോൾട്ടേജിനെ മേക്കപ്പ് ചെയ്യണമല്ലോ. അതിനെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി കുറക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ 1 കിലോ ഹെർട്സോളം കുറഞ്ഞത്. അത് നമുക്ക് ഇൻപുട്ടിലെ ആ ചേഞ്ചസ് കൂടെ ചെക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പവർ സപ്ലൈനെ ഡയറക്റ്റ് ആയിട്ടാണ് പ്ലഗ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് പ്ലഗ് ചെയ്ത സമയത്ത് ഇവിടെ വരുന്ന AC 233 വോൾട്ട് ആണ്. ഈ 233 വോൾട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 68 കിലോ ഹെർട്സ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ സീരിയൽ ലാമ്പിലേക്ക് ഒന്ന് മാറ്റി പ്ലഗ് ചെയ്യാം.
ഇപ്പൊ സീരിയൽ ലാമ്പിൽ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വോൾട്ടേജും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 226 വോൾട്ടേജ്. നേരത്തെ 232 ആയിരുന്നു. അതിൽ നിന്ന് ഏകദേശം ഒരു 6-7 വോൾട്ടിന്റെ അടുത്ത് ഡൗൺ ആയി. ആ വോൾട്ടേജ് ഡൗൺ ആയ സമയത്ത് നമുക്ക് ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ സമയത്തുള്ള ഫ്രീക്വൻസി നോക്കി കഴിഞ്ഞാൽ 67 കിലോ ഹെർട്സ്. അപ്പോൾ വോൾട്ടേജ് കുറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ എന്ത് ചെയ്തു, സോറി 60, ഓക്കെ, വോൾട്ടേജ് കുറഞ്ഞപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കുറച്ച് കുറവ് ഫ്രീക്വൻസി ആണുള്ളത്. ഈ ഒരു ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. വോൾട്ടേജ് കൂടിയപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസിയും കൂടി. ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രീക്വൻസി കൂട്ടുകയാണ് ചെയ്തത്. ഇപ്പൊ ഈ ഒരു ഇതോട് കൂടിയിട്ട് ഈ ഒരു ടൈപ്പ് മൾട്ടിമീറ്ററിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി ചെക്ക് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ്. അതുപോലെ കപ്പാസിറ്റൻസ് വാല്യൂ ചെക്ക് ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിലവിൽ ഈ മൾട്ടിമീറ്റർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2-2.5 മാസത്തിന്റെ മുകളിലോളമായി. ഇതുവരേക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല നിലത്തേക്കൊക്കെ ചാടിയിട്ടുള്ള കേസിലുള്ള അവിടെ ഇവിടെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മൾട്ടിമീറ്റർ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അക്യുറേറ്റ് തന്നെയാണ്. കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അക്യുറേസി ഉണ്ട്. അപ്പോൾ കറക്റ്റ് 0 ആയിട്ട് തന്നെയാണ് DC-യിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊക്കെ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരം മൾട്ടിമീറ്ററുകൾ മേടിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിറ്റിയുടെ മൾട്ടിമീറ്ററോ ഫ്ലൂക്കിന്റെ മൾട്ടിമീറ്ററോ ഒക്കെ മേടിക്കുകയും ചെയ്യാം. ഫ്ലൂക്കിന് കുറച്ചുകൂടെ കൂടുതൽ റേറ്റ് വരും. ഫ്ലൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റേറ്റ് കുറവാണ് എന്നുള്ളതാണ് കുറച്ചൊരു പ്രത്യേകത ഉള്ളത്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.